ഭയങ്കര തിരക്കാണ്, ബിസിയാണ്, ഒന്നിനും സമയമല്ല എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്ന ഒരാളാണോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ അടുത്ത് നമ്മുടെ സ്മാർട്ട് മണി ലോഞ്ച് ചെയ്ത സമയത്ത് പല ആളുകളും എൻക്വയറി വന്നു. അപ്പോൾ അതിലൊരാൾ വന്നു, ഒരു പ്രവാസി വന്നു. അപ്പോൾ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ, ഞാൻ 5 വർഷം മുമ്പ് സ്മാർട്ട് മണിക്ക് വേണ്ടി സാറെ കോൺടാക്ട് ചെയ്ത ഒരാളാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയണം, അതിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, നല്ല ജോലിയാണ്, നല്ല തിരക്കാണ്, കമ്പനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ബോസിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാത്തിനും എൻ്റെ ഒരു കണ്ണ് വേണം. ഓക്കെ, അപ്പം നിങ്ങളെന്തിനാണ് നമ്മളെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്? പ്രോഗ്രാമിൽ എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്? അല്ല, പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നത് ഞാൻ 15 വർഷമായി, എനിക്കിതുവരെ ഒരു രൂപ പോലും ബാക്കിയില്ല. കോവിഡ് സമയത്ത് ഞാൻ സ്റ്റക്കായി പോയ ഒരാളാണ് സാമ്പത്തികമായിട്ട്. കാരണം കമ്പനി ശമ്പളം തന്നില്ല, പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. ഈ കമ്പനി തന്നെ വന്നു. ഈ കമ്പനിയിൽ ഞാൻ ഭയങ്കര പുലിയാണ്, എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഞാനാണ് ഈ കമ്പനിയുടെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നത്. അഥവാ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് ഒരു നീക്കിയിരിപ്പ് വേണം, സേവ് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വന്നോളൂ. അല്ല, ഞാൻ ഇപ്പോൾ എത്ര മണിക്കാണ് പ്രോഗ്രാം? ഞാൻ പറഞ്ഞു, രാവിലെ 9 to ഈവനിങ് 6 ആണ് നമ്മുടെ പ്രോഗ്രാം. കാരണം നമ്മുടെ പ്രോഗ്രാം പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് ആണ്. കാരണം നിങ്ങൾ 15, ഉദാഹരണം പറയാം, നിങ്ങൾ 15 വർഷമായല്ലോ, 15 വർഷമായിട്ട് ശമ്പളം കിട്ടിയിട്ട് നിങ്ങളുടെ കയ്യിലൊന്നും ബാക്കിയില്ലല്ലോ. അപ്പോൾ ഇത് വിശദമായി പരിശോധിച്ച് പ്ലാൻ ചെയ്ത് നമ്മളെ മണി ബ്ലൂ പ്രിൻ്റ് റീപ്രോഗ്രാം ചെയ്തെടുക്കണം. അതിന് ഏകദേശം ഒരു 10 മണിക്കൂർ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്ര സമയമൊന്നും എനിക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അത്ര സമയം പറ്റാതെ നമുക്ക് എത്ര ഡീറ്റെയിൽസ് കിട്ടിയാലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, അത്ര സമയമൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് ഓഫീസിൽ പോയേ പറ്റൂ, ഞാൻ പോയില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചോയ്സാണ്, നമുക്ക് ഓൾറെഡി പ്രോഗ്രാമിന് ആളുണ്ട്, നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അദ്ദേഹം പോയി. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതുപോലത്തെ കുറേ ആളുകളുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ ഭയങ്കര ബിസിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സമയമില്ല. ഇപ്പം എനിക്കും നിങ്ങൾക്കും ഒക്കെ 24 മണിക്കൂറാണ്. പക്ഷേ 24 മണിക്കൂറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സമയം നമുക്കില്ല. നമുക്ക് എന്നല്ല, ആർക്കുമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യത്തിലധികം സമയം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അപ്പം നമുക്ക് ഫോക്കസ് ചെയ്യുന്ന, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത് ചെയ്യാൻ എമ്പാടും സമയം നമുക്കുണ്ട്. പക്ഷേ ഏതോ കാര്യങ്ങളും അവിടെ പോകണം, അത് പോകണം, ഇത് പോകണം, അത് പോകണം, അതിന് സമയമില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയവും നമുക്കുണ്ട്. ഈ അടുത്ത് കുറേ വർഷം, 17 വർഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്ത ഒരാൾ, അത് പെട്ടെന്ന് ജോലി പോയി. അപ്പോൾ ജോലി പോയപ്പോൾ അയാൾ മാനസികമായി തകർന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ 17 വർഷം എൻ്റെ ജീവിതം മുഴുവൻ തിരക്ക് പിടിച്ചൊരു ജീവിതമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മാതാപിതാക്കൾ അവർ മരണപ്പെട്ടു പോയി. ഈ അടുത്ത് എൻ്റെ ഉമ്മ നേരത്തെ മരണപ്പെട്ടു പോയി, ഉപ്പ ഈ അടുത്ത് മരണപ്പെട്ടു പോയി. അപ്പോൾ ഈ 17 വർഷം ഞാൻ ഈ ജോലിയുടെ പിറകിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് സമയം കൊടുക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ മക്കൾക്ക് സമയം കൊടുക്കാൻ എനിക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. എൻ്റെ ഭാര്യയോടൊത്ത് നല്ല കുറേ നിമിഷങ്ങൾ ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ കൂട്ടുകാരോടൊന്നിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനെ ജീവിതത്തിൽ കുറേ നഷ്ടപ്പെടുത്തിയ ആളുകൾ, ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമായിട്ട് നടക്കുന്ന കുറേ ആളുകൾ വർഷങ്ങളായി ഇതുവരെ അതിനെക്കുറിച്ച് ഒരു ആശയം എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയമില്ല. കാരണം ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബിൽ 10 മിനിറ്റ് യൂട്യൂബ് കാണട്ടെ എന്നും പറഞ്ഞിട്ട് എത്ര പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിലും ഈ 10 മിനിറ്റ് യൂട്യൂബ് ചെന്നാൽ നമ്മൾ എന്താണോ കാണാൻ ഉദ്ദേശിച്ചത് അത് നമ്മൾ കാണില്ല. അതല്ലാത്ത കുറേ സാധനങ്ങൾ കണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്, നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്, ഇന്ന സാധനങ്ങൾ, ഒരു 3-4 സാധനം വാങ്ങാനാണ് പോകുന്നത്. ആ സാധനം മാത്രം നമ്മൾ വാങ്ങില്ല, ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ടെക്നോളജിയും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഫോക്കസ് വേണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആവശ്യത്തിലധികം സമയമുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയമല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നമുക്ക് കുറേ സ്വപ്നങ്ങളുണ്ടാകും, നമുക്ക് ജോലികളുണ്ടാകും, നമുക്ക് മാതാപിതാക്കളുണ്ട്, നമുക്ക് കുട്ടികളുണ്ട്, നമുക്ക് ഭാര്യയുണ്ട്, നമുക്ക് കുടുംബമുണ്ട്, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ബിസിയാണ് എന്ന് പറഞ്ഞ് സ്വയം നശിക്കാതെ, സ്വയം നഷ്ടപ്പെടുത്താതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെയാണെന്ന് പ്രയോറിറ്റി ചെയ്ത്
അവർക്കൊക്കെ വേണ്ടി അതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ സമയവും നമ്മുടെ ജോലിയും അതിമഹത്തരമായി മാറും, നമ്മുടെ ജീവിതവും സന്തോഷകരമായി മാറും. അപ്പോൾ ഞാൻ പറയുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സമയം നമുക്കില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യത്തിലധികം സമയം നമുക്കുണ്ട്. അപ്പോൾ ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ മാത്രം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം, ജീവിതം ഹാപ്പിയാക്കാം. വീണ്ടും മറ്റൊരാശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.